ഒരമ്മ 2 കുട്ടികളുമായിട്ട് ഓരോ ആഴ്ചയും ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനായിട്ട് ചെല്ലുമായിരുന്നു. അതിൽ ഒരു കുട്ടി ആ അമ്മ പ്രസവിച്ച കുട്ടിയാണ്. മറ്റൊരു കുട്ടിയാണെങ്കിലോ ആ അമ്മ ദത്തെടുത്ത് വളർത്തുന്ന കുട്ടിയാണ്, അനാഥ കുട്ടിയാണ്. അങ്ങനെ ആഴ്ചയിൽ ആ അമ്മ 2 കുട്ടികളുമായിട്ട് ഹോട്ടലിലേക്ക് ചെല്ലും. പക്ഷേ ഒരു കുട്ടിക്ക് മാത്രമേ ആഹാരം വാങ്ങിച്ചു കൊടുക്കത്തുള്ളൂ. എന്ത് ചോദിച്ചാലും വാങ്ങിച്ചു കൊടുക്കും. മറ്റൊരു കുട്ടിക്കോ ഒരു ബോട്ടിൽ വെള്ളം മാത്രം. ഇത് കണ്ടുകൊണ്ടിരുന്ന അവിടുത്തെ ജോലിക്കാർക്കൊക്കെ ആഴ്ചയിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ദേഷ്യം തോന്നി, വളരെ വിഷമം തോന്നി. അങ്ങനെ അവർ ചൈൽഡ് ഹെൽപ്പ് ലൈൻ സെന്ററിലേക്ക് ഈ കാര്യം പറഞ്ഞു. അങ്ങനെ അടുത്ത ആഴ്ച അമ്മ കുട്ടികളുമായിട്ട് വരുമ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥരൊക്കെ എത്തി. അതിൽ ഒരാൾ അമ്മയോട് ചോദിച്ചു, നിങ്ങൾ എന്തൊരു സ്ത്രീയാണ്, നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനസാക്ഷിയുണ്ടോ? നിങ്ങൾ പ്രസവിച്ച കുട്ടിക്ക് നിങ്ങൾ എല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്, നിങ്ങൾ വളർത്തുന്ന കുട്ടിക്ക് മാത്രം ഒരു ബോട്ടിൽ വെള്ളമോ? നിങ്ങൾക്കെതിരെ ശക്തമായ നടപടി ഞങ്ങളുടെ ഇടയിൽ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ആ അമ്മ പറഞ്ഞു, സാർ, ഈ 2 കുട്ടികളും എനിക്ക് ഒരുപോലെയാണ്. ഞാൻ ആഹാരം വാങ്ങിച്ചു കൊടുക്കുന്ന കുട്ടി ഞാൻ വളർത്തുന്ന കുട്ടിയാണ്. ഞാൻ ഒരു ബോട്ടിൽ വെള്ളം മാത്രം വാങ്ങിച്ചു കൊടുക്കുന്നത് ഞാൻ പ്രസവിച്ച കുട്ടിയാണ്. ഞാൻ ഒരു ബോട്ടിൽ വെള്ളം വാങ്ങിച്ചു കൊടുക്കാണ്ട കാരണം എന്താണെന്ന് അറിയാവൂ? എൻ്റെ കുട്ടിക്ക് അടുത്ത ആഴ്ച സർജറിയാണ്. മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഡോക്ടർ പറഞ്ഞു, പുറത്തു നിന്നുള്ള ഒരു ആഹാരവും നൽകാൻ പാടില്ല, വീട്ടിലുള്ള ആഹാരം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്നും എൻ്റെ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ആഹാരങ്ങളൊക്കെ ഞാൻ പാചകം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ വളർത്തുന്ന കുട്ടിക്ക് എന്തൊക്കെ വേണോ അത് ആഴ്ചയിൽ ഹോട്ടലിൽ നിന്ന് വാങ്ങി കൊടുക്കുന്നുണ്ട് എന്ന അമ്മ പറഞ്ഞത് കേട്ടപ്പോൾ ആ ഉദ്യോഗസ്ഥരും അവിടെ ജോലി ചെയ്യുന്നവരൊക്കെ ഞെട്ടിപ്പോയി. ഇതുപോലല്ലേ നമ്മുടെ ജീവിതവും? ചില സമയങ്ങളിൽ ചില വ്യക്തികളെക്കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാതെ അവരെക്കുറിച്ച് ചിത്രീകരിക്കുകയും ചില വാക്കുകൾ സംസാരിക്കുകയും ചെയ്യും. പിന്നീട് നമ്മൾ ആലോചിക്കും, അയ്യോ അങ്ങനെ സംസാരിക്കേണ്ടായിരുന്നല്ലോ എന്ന് ചിന്തിക്കുമല്ലേ? അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഓരോ വ്യക്തികളുടെ അടുത്തും ഒരു വാക്കുകൾ സംസാരിക്കുന്നതിന് മുമ്പും ചില സാഹചര്യങ്ങളിൽ സംസാരിക്കുന്നതിന് മുമ്പും ഒന്ന് അവരെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് സംസാരിക്കാം. അതല്ലെങ്കിൽ നമുക്ക് മൗനം പാലിക്കാം എന്ന് എനിക്ക് ഈ വീഡിയോയിൽ നിന്നും നിങ്ങളുടെ അടുത്ത് പറയാൻ തോന്നുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട.